ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തോഫിക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് സി സെക്ഷൻ സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നവരോട്. പോസിബിൾ ആണ്. അത് എങ്ങനെയുള്ള ആളുകൾക്കാണ് അത് പോസിബിലിറ്റി? ഫസ്റ്റ് സിസേറിയൻ സെക്ഷൻ അടിവയറ്റിന്റെ താഴെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇൻസിഷൻ ഇടുന്നവരെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ചൂസ് ചെയ്യും. ചില ആളുകൾക്ക് അവർക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ക്ലാസിക്കൽ ഇൻസിഷൻ എന്ന് പറയും, നമ്മൾ നേരെ ഇടുന്നത്. അങ്ങനെയുള്ളവർക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 18 മന്ത്സ്, അതായത് ഒരു 1.5 വർഷത്തിന്റെ ഗ്യാപ്പ് വേണം നെക്സ്റ്റ് കൺസീവ് ആവാന്. ഏജ് ഒരു ലെസ് ദാൻ 40 ഇയേഴ്സ് ഉള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോർമൽ ട്രൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ 2 തവണ പ്രീവിയസ്ലി സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവർക്ക് സിസേറിയൻ തന്നെയാണ് പറയുക, കാരണം അവർക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. പിന്നെ എങ്ങനത്തെ ആളുകൾക്കാണ് 2 തവണ സിസേറിയൻ കഴിഞ്ഞിട്ട് പോസിബിലിറ്റി ഇല്ലതെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ മുമ്പ് അവർക്ക് ഒരു നോർമൽ ഡെലിവറി പോസിബിൾ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് 2 സിസേറിയൻ സെക്ഷൻ നടന്നിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് നോർമൽ സ്പോണ്ടേനിയസ്ലി ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് പോസിബിൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരുപാട് വണ്ണല്ല ആളുകൾക്കും സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഡെലിവറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അമ്മയുടെ കാരണം കൊണ്ടല്ലാതെ കുഞ്ഞിന്റെ കാരണങ്ങൾ കൊണ്ടുവരുന്ന സിസേറിയൻ ആണ് നടന്നെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് നോർമൽ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബേബിയുടെ വെയിറ്റ് നല്ല കൂടുതൽ, അതുപോലെ വെള്ളം കൂടുതൽ, വെള്ളം കുറവ്, മദറിന് നല്ല ഹൈ BP, അതുപോലെ സിവിയർ അനീമിക്ക, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും രണ്ടാമത്തെ കേസിൽ നോർമൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യണം. കാരണം ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞ് നോർമൽ ട്രൈ ചെയ്യുന്ന ആൾക്ക് 24/7 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ 24/7 അനസ്തറ്റിസ്റ്റ്, OT ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം.